പാചകവാതക വിലയിൽ വീണ്ടും ഇരുട്ടടി. പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പാചകവാതക പ്രതിസന്ധി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാക്കിക്കൊണ്ട് രാജ്യത്ത് LPG വില വീണ്ടും കൂട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോഗ്രാം ഭാരം വരുന്ന LPG സിലിണ്ടറിന് 42 രൂപ വർദ്ധിപ്പിച്ച് 3113 രൂപയായി. 2026 തുടക്കത്തിൽ 1698 രൂപ വിലയുണ്ടായിരുന്ന സ്ഥാനത്താണിത്. 6 മാസത്തിനിടെ 1400-ലധികം രൂപയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗത സ്തംഭനവുമാണ് രാജ്യത്ത് വില കൂടാൻ കാരണം. ഇതിനിടെ ആഗോള വിപണിയിൽ ഇന്ന് എണ്ണവില വീണ്ടും കൂടി. ഇറാൻ അമേരിക്ക വെടിനിർത്തലിലെ അനിശ്ചിതത്വം തുടരുന്നതും ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതുമാണ് എണ്ണവില കൂടാൻ കാരണം. ബ്രന്റ് ക്രൂഡിന് 3% വില ഉയർന്ന് ബാരലിന് $94.05. US ക്രൂഡിന് 3.9% വില ഉയർന്ന് ബാരലിന് $90.72. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. തുടർച്ചയായ 4ാം സെഷനിൽ ഇന്നും സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വ്യാപാരം ആരംഭിച്ചപ്പോൾ പച്ചതൊട്ട് സെൻസെക്സ് 300 പോയിന്റും നിഫ്റ്റി 100 പോയിന്റും ഉയർന്നെങ്കിലും ക്ലോസ് ചെയ്തപ്പോൾ യഥാക്രമം 508 പോയിന്റും 165 പോയിന്റും ഇടിഞ്ഞ് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കേരളത്തിൽ ഇന്നും സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് കുറഞ്ഞത്. രാജ്യാന്തര വിപണിയിലെ മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയുമാണ് വില.